കാരണം ഈ ഉത്സവകാലങ്ങളിൽ ഇപ്പോൾ വിഷു വന്നാലും ഓണം വന്നാലും ഈ അന്യ ദേശത്തുള്ളവർക്ക് സ്വന്തം നാട്ടിലേക്ക് ഇപ്പോൾ ഓണം ആഘോഷിക്കാനോ വിഷു ആഘോഷിക്കാനോ വരാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആവശ്യം വേണ്ട വിമാനം കിട്ടുന്നില്ല, അത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ യാത്രാ നിരക്ക് കൂടുതലാണ് എന്നൊക്കെയുള്ള ഒരുപാട് പരാതികളുണ്ടാകും. ഇത് കാലങ്ങളായിട്ട് ഇത് ഉള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ഉണ്ടാകുന്നുണ്ട്? പിന്നെ ഈ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നതിനകത്ത് വിമാന കമ്പനികൾ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണോ? ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും ഈ പറയുന്ന ഈ വരേണ്ട ആൾക്കാർക്ക്, നാട്ടിലേക്ക് വരണമെന്ന് കരുതുന്നവർക്ക്? ഇതിപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിലേ നമ്മുടെ മലയാളം വാർത്താ ചാനലുകൾ ഈ ഗൾഫ് ബുള്ളറ്റിൻ തുടങ്ങിയ ഒരു സമയം അന്ന് മുതൽ ഇന്നോളം ഈ ഉത്സവ സമയത്ത് ഒരു പ്രധാന വാർത്തകളിലൊന്നാണ് വിമാനയാത്രാ നിരക്ക് കൂട്ടി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വൈകാരിക പ്രതികരണങ്ങൾ, ആദ്യം വിമാനം ഇല്ലെന്ന് പറയും, വിമാനം ആവശ്യത്തിനുണ്ട്, ശരിയാ, ആവശ്യത്തിനില്ല, ഉള്ള വിമാനങ്ങളിൽ നിരക്ക് വല്ലാണ്ട് വർദ്ധിപ്പിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ, ആവലാതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യതയും കുറവാണ്. ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നേ ഉള്ളൂ, തീരെ ഇല്ലാതില്ല. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പൊ ഈ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഗൾഫ് സെക്ടറിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഉള്ള സർവീസിന് ഈടാക്കുന്നത് ഏതാണ്ട് 1.5 ലക്ഷം രൂപ ഒരു എക്കണോമിക് ക്ലാസ്സിന് എന്ന് വെച്ചാൽ താരതമ്യേന ചെറിയ ഫെയർ ഉണ്ടായിരുന്ന പഴയ റേറ്റ് 6,000 മുതൽ 12,000 വരെ ആയിരുന്നു. അപ്പൊ അതിന്റെ 6 മടങ്ങിലധികം വർധനവിലാണ് നിലവില് വിമാനങ്ങളുടെ സർവീസ് കോസ്റ്റ്. അതിപ്പോ വിദേശ സർവീസിന് മാത്രമല്ല കേട്ടോ, ആഭ്യന്തര സർവീസിനും ഇന്ത്യക്ക് അകത്തുള്ള സർവീസിനും ചാർജ് വർധനമുണ്ട്. അതിന്റെ കാരണം ഈ ഓണക്കാലം അതേപോലുള്ള ഫെസ്റ്റിവൽ സീസണിലൊക്കെ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. റിസർവ്ഡ് ടിക്കറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും വിമാന സർവീസുകളെ കൂടുതലായിട്ട് ആശ്രയിക്കും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ച് 1937 എയർക്രാഫ്റ്റ് റൂൾസ് പ്രകാരം വിമാന കമ്പനികൾക്ക് അവരുടെ നിലവിലെ ലഭ്യതയും അല്ലെങ്കിൽ നിലവിലെ ഡിമാൻഡിനനുസരിച്ച് നിരക്ക് നിശ്ചയിക്കാനായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ സ്വതന്ത്ര അധികാരം ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യകത വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് വിമാന നിരക്ക് കൂട്ടാം. അതാണ് നിയമം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കോ അതിൽ ഇടപെടുന്നതിന് ഒരു പരിമിതിയുണ്ട്. പരിമിതി ഉണ്ടെന്നേ ഉള്ളൂ, പറ്റില്ല എന്നില്ല. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ നിലവിലെ സാഹചര്യം അനിയന്ത്രിതമാണ് എന്ന് സർക്കാരിന് തോന്നുമ്പോൾ ഇടപെടാം. കോവിഡിന്റെ സമയത്ത് ഒരു അസാധാരണ സാഹചര്യമായിരുന്നു. ആ സമയത്ത് പരമാവധി നിരക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഏതാണ്ട് 7,500 മുതൽ 18,000 രൂപ, അതിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല. അങ്ങനെ കർശന വന്നിരുന്നു. ഏതായാലും ഇപ്പൊ ഈ കേസ് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി വന്നിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് അല്ലെങ്കിൽ ഉത്സവകാലങ്ങളിൽ അമിതമായ നിരക്ക് ഏർപ്പാടാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. 3 ആഴ്ചക്കുള്ളിൽ, അതായത് കൃത്യം പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 7 സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ബോധിപ്പിക്കണം. അപ്പോൾ ആശ്വാസത്തിന്റെ ചെറിയൊരു തിരുനാളം അവിടെ ഉണ്ട്. കേന്ദ്ര സർക്കാർ ഇടപെടും എന്ന് തന്നെ നമുക്ക് കരുതാം. കേന്ദ്ര സർക്കാർ ഇടപെടേ പറ്റൂ. കാരണം വലിയ രീതിയിലുള്ള, അതായത് 6-7 മടങ്ങൊക്കെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുകൂടി ഉണ്ടോ, യാഥാർത്ഥ്യം കൂടി പറയണം. ഈ ചെലവ് വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വിമാന ഇന്ധനത്തിനൊക്കെ വില വർധന ഈ നമ്മുടെ ഹോർമൂസ് പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന് മുന്നേ തന്നെ ഇവരിങ്ങനെ തന്നെയാണ്. അല്ല, എല്ലാ ഉത്സവ കാലങ്ങളിലും ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ ഡൊമസ്റ്റിക്കിലൊക്കെ ഭയങ്കരമായ റേറ്റാണ് കൂട്ടിയിരിക്കുന്നത്. ഇപ്പോ എന്തുകൊണ്ട് ഈ ചാർജ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സാധ്യതകളുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. ഇപ്പോ നമുക്ക് ഗൾഫ് പ്രവാസികളെ തന്നെ എടുക്കാം. അവിടെ ഈ അവധിക്കാലമെല്ലാം കഴിഞ്ഞ് സ്കൂള് തുറക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയങ്ങളിലൊക്കെയാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ടുള്ള തിരക്ക് കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്നുള്ള നിരക്ക് വർദ്ധിപ്പിക്കും. എന്നാൽ ഓണ അവധിയാണല്ലോ, ഇപ്പൊ ഓണമല്ലേ, ഓണത്തെ എന്താ സംഭവിക്കുക, അവിടുന്ന് ഇങ്ങോട്ട് വരാനായിരിക്കും താല്പര്യം. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിരിക്കും താല്പര്യം, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കുറവായിരിക്കും. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിന് റേറ്റ് കൂടുതലായിരിക്കും, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് റേറ്റ് കുറവായിരിക്കും. ഇതാണ് ഒരു സെനാരിയോ നിശ്ചയിച്ചു വെച്ചേക്കുന്നത്. ഏതായാലും മറ്റൊന്നുകൂടിയുണ്ട് ഇതിലൊരു ഹൈലൈറ്റ്.
ഇത്തിരി ബുദ്ധി പ്രയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് തടി ഊരാം. കുറച്ചൊന്ന് യാത്ര ചെയ്യണം. ഒരു ബസ്സിൽ പോയാലും മതി. തമിഴ്നാട്ടിലോട്ടോ കർണാടകയിലോട്ടോ കോയമ്പത്തൂരിലോട്ടോ വെച്ച് വിടുകയാണെങ്കിൽ അവിടെ ഈ നിരക്ക് പ്രശ്നമില്ല. അവിടെ പഴയ നിരക്കിൽ തന്നെയാണ്. കാര്യം അവിടെ ഓണം ഇല്ലല്ലോ. ശരിയാണ്. അപ്പോൾ അവിടെ പഴയ നിരക്കിൽ തന്നെയാണ് സർവീസുകളൊക്കെ നടക്കുന്നതെന്നാണ് അറിവ്. യാഥാർത്ഥ്യം എന്താണത്? അത് തെറ്റാണെങ്കിൽ കമന്റിൽ നിങ്ങൾ ചീത്ത വിളിച്ചോളൂ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എൻ്റെ ഒരു ധാരണയാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ മറ്റൊരു സാധ്യത, ഈ ചില ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്പുകളുണ്ടല്ലോ, അവര് ഈ റീസേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുക. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് അവർ പറയുന്നതെന്ന് കരുതുക. നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യേണ്ട സമയത്ത് അത് 70,000 രൂപയായിട്ട് കുറഞ്ഞുവെങ്കിൽ 30,000 രൂപ നഷ്ടപ്പെടില്ല. ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ഇനി 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് 1.5 ലക്ഷം ആയിപ്പോയാലും 1 ലക്ഷത്തിന് നമുക്ക് യാത്ര ചെയ്യാം. അപ്പം അത്തരം സാധ്യതകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നം ഒഴിവാക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത പരമാവധി ഉത്സവകാലങ്ങളിൽ യാത്ര ഒഴിവാക്കുക എന്നല്ലാണ്ട് വേറെ നിർവാഹം ഇല്ല. ഇനി ഇതിന് ശാശ്വത പരിഹാരം ഒന്നേ ഉള്ളൂ. വിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണല്ലോ പ്രശ്നം. ശാശ്വത പരിഹാരം വിമാനങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് 2005 നമ്മൾ എയർ കേരള പറഞ്ഞത്. 2005 പറഞ്ഞു. അത് അടവെച്ച് വിരിഞ്ഞിട്ടില്ല ഇതുവരെ, വിരിയുമായിരിക്കും. അപ്പൊ അന്ന് അതിന് തടസ്സം ഉണ്ടായിരുന്നത് ഒരു നിയമപ്രശ്നമാണ്. അന്ന് നമ്മുടെ വ്യോമയാന മന്ത്രാലയത്തിന്റെ ചട്ടപ്രകാരം വിദേശ സർവീസുകൾ നടത്തണമെങ്കിൽ ആ വിമാന കമ്പനിക്ക് 5 വർഷത്തെ പ്രവർത്തന പരിചയവും കുറഞ്ഞത് 20 വിമാനങ്ങളെങ്കിലും കസ്റ്റഡിയിൽ വേണം. അപ്പൊ നമ്മൾ എയർ കേരള തുടങ്ങിയാലും നമ്മൾ 5 വർഷം പ്രവർത്തിക്കണം. അതിനുശേഷം മാത്രമേ 20 വിമാനങ്ങളും വേണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഗൾഫിലോട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായി. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കിടന്ന് തെക്ക് വടക്ക് സർവീസ് നടത്തണം. പിന്നെ ഇപ്പോ ആ നിയമം ഭേദഗതി ചെയ്തു. ഇപ്പൊ 5 വർഷത്തെ പ്രവർത്തന പരിചയം വേണമെന്നില്ല, പക്ഷെ 20 വിമാനം വേണം. അപ്പൊ 20 വിമാനം ഒന്നെങ്കിൽ നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കണം, വാടകയ്ക്ക് എടുക്കണം. അപ്പോൾ അതിനും പ്രശ്നമാണ്. കാരണം ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങിമറിയുന്നു, യുദ്ധ സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിമാനം പാട്ടത്തിന് തരുന്നവരും അവരുടെ നിരക്കങ്ങ് കൂട്ടി. മനസ്സിലായി. അവര് ഒരു കണ്ടീഷൻ വെച്ചു, മിനിമം 200 കോടി രൂപയെങ്കിലും ആദ്യം മുൻകൂറായിട്ട് ഞങ്ങൾക്ക് തരണം. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവ് വളരെ വലുതാണ്. കാരണം ഇന്ധന പ്രതിസന്ധിയുണ്ട്, ഇന്ധനവില പോരാത്തതിന് ശമ്പളം, മറ്റ് അനുബന്ധ ചെലവുകളെല്ലാം തന്നെ വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ രാജ്യത്ത് കുറച്ച് വിമാന കമ്പനികളുടെ പേര് പറയാം. കിങ്ഫിഷർ, ജെറ്റ് എയർവേസ്, ഗോ ഫസ്റ്റ്, ഈ 3 ഇപ്പം ഇല്ല. കാരണം ഇതേപോലെ സാമ്പത്തിക പ്രതിസന്ധി, കിങ്ഫിഷറിന്റെ കാര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ദൂർത്തുമുണ്ട്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന നമ്മുടെ എന്നാണ് മധ്യരാജാവ് വിജയ് മല്യയുടെ കമ്പനിയായിരുന്നു. അത്യാവശ്യം നല്ല ദൂർത്തും ആ കമ്പനിയെ പൂട്ടിക്കാൻ കാരണമായി. അപ്പൊ ഈ കമ്പനികളുടെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഈ എയർ കേരളയുമായിട്ട് പുതിയൊരു സംരംഭത്തിന് ചാടി പുറപ്പെടാൻ ഉള്ള ധൈര്യം ഇതിന്റെ പ്രൊമോട്ടർമാർക്ക് ഇല്ല. മനസ്സിലായി. ഏതായാലും ഇതിന്റെ പ്രൊമോട്ടർമാര് GCDA സമീപിച്ചു. GCDA ഈ പറയുന്ന നടപടികളായിട്ട് മുമ്പോട്ട് പോകാൻ അനുമതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ 200 കോടി പാട്ടത്തിന് എടുക്കേണ്ട കമ്പനികൾ 200 കോടിയൊക്കെ ചോദിക്കുന്നത്, അത്രയും പണം ഇൻവെസ്റ്റ് ചെയ്താൽ നിലവിലെ ഈ ഇൻഡസ്ട്രിയുടെ ലാഭസാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഒരു തമിഴ് സിനിമയുണ്ടല്ലോ, സുരറൈ പോട്ടർ എന്നും പറഞ്ഞത്, നമ്മുടെ സൂര്യ നായകനായ ഒരു ജീവിതകഥയായിരുന്നു. നമ്മുടെ എയർ ഡക്കാൻ ആ സിനിമ. അന്ന് അവരുടെ ഒരു കൺസെപ്റ്റ് ചെലവ് കുറഞ്ഞ യാത്ര. ആ സിനിമയിൽ പറയുന്നത് പോലെ എയർ ഡക്കാൻ തുടങ്ങിയ വെറും ഒരു വിമാനം കൊണ്ടാണ്. അത് ആഭ്യന്തര സർവീസുകൾ നടത്തി അവര് പിന്നീട് ആ ക്രമേണ വിമാനങ്ങളുടെ എണ്ണം, ചെലവ് കുറഞ്ഞ യാത്ര. അപ്പോൾ അവര് അന്നും ഈ നിയമം ഉണ്ടായിരുന്നു. 5 വർഷം കഴിഞ്ഞ് അവർക്ക് ആ വിദേശ സർവീസുകൾക്ക് അനുമതിയുള്ളൂ. പക്ഷേ അവരുടെ ആ സർവീസുകൾ നടത്തി കുറേ കഴിഞ്ഞപ്പോൾ തന്നെ അവർ സാമ്പത്തിക പ്രതിസന്ധിയിലായി. കാര്യം, ഒന്നാമത്തെ കാര്യം, അവര് ഈ വമ്പൻ ലാഭം പ്രതീക്ഷിച്ച് നടത്തിയ ഒരു കമ്പനിയല്ല, കുറഞ്ഞ നിരക്കിൽ യാത്ര നടത്തുന്ന ഒരു കമ്പനിയാണ്.
അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ കിങ്ഫിഷർ എയർലൈൻസും ലോഞ്ച് ചെയ്തത് വിജയ് മല്യയുടെ. വിജയ് മല്യ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ലക്ഷറി ആയിട്ടുള്ള യാത്ര ഓഫർ ചെയ്തിരുന്ന ഒരാളാണ്. മറ്റേ ആള് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇയാൾ പണക്കാരന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കിങ്ഫിഷർ എയർലൈൻസ് തുടങ്ങിയ ഉടനെ തന്നെ അവർക്ക് ഈ വിദേശ യാത്രകൾക്ക് അനുമതി കിട്ടില്ല. കാര്യം 5 വർഷം പ്രവർത്തിക്കണം. ഈ ഡെക്കാൻ എയർ എന്ന് പറയുന്ന ഓൾറെഡി 5 വർഷം പ്രവർത്തനം കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പോൾ വിജയ് മല്യയുടെ ബുദ്ധി ഉണർന്നു. ആ കമ്പനി അങ്ങ് വാങ്ങിയാൽ ആ പ്രവർത്തന പരിചയം കൂടി എനിക്ക് കിട്ടുമല്ലോ. അപ്പൊ അത് വെച്ചുകൊണ്ട് എനിക്ക് വിദേശ സർവീസുകൾ തുടങ്ങാമല്ലോ. അപ്പൊ ഈ കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് വിജയ് മല്യയുടെ ആ പ്ലാൻ വർക്കൗട്ട് ആവുകയും ചെയ്തു. അങ്ങനെ ഈ എയർ ഡെക്കാൻ കിങ്ഫിഷറുമായിട്ട് അങ്ങ് ലയിക്കുന്നു. പക്ഷെ അതിനുശേഷം ഉണ്ടായത് ഈ എയർ ഡെക്കാന്റെ ആ പഴയ സ്വത്വമുണ്ടല്ലോ, ചെലവ് കുറഞ്ഞ യാത്ര, അത് അങ്ങ് മാറ്റി ലക്ഷറി ആകാൻ തുടങ്ങി ക്രമേണ. അത് പിന്നീട് അതിന്റെ പേര് പോലും മാറി. ഡെക്കാൻ എയറിന്റെ പേര് തന്നെ നിലനിർത്തി. പിന്നെ അത് ഫുള്ളി കിങ്ഫിഷറായി. ഇപ്പൊ ചുരുക്കി പറഞ്ഞ പിന്നീട് ഈ സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും കിങ്ഫിഷറും പ്രതിസന്ധിയിലായി മൊത്തത്തിൽ പോയി. അത് തന്നെയാണ് നമ്മുടെ ജെറ്റ് എയർവേസിനും പറ്റിയത് തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധി, ജീവനക്കാരൊക്കെ സമരം ചെയ്യുന്ന ഒരവസ്ഥയും വന്നു. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ മുമ്പിലുള്ളപ്പോൾ എയർ കേരള എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് സംശയമാണ്. വരട്ടെ, വന്നാൽ നമുക്ക് ഈ പറഞ്ഞ പ്രതിസന്ധി ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും. ഇപ്പൊ പരമാവധി ഉത്സവകാലം സംശയം ഈ കോടതി ഇടപെടലിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും ഈ ഉത്സവകാലം? സമ്പൂർണ്ണമായി ആ ഒരൊറ്റ ഇടപെടലൂടെ ഈ പ്രശ്നം ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിൽക്കുമെന്ന് കരുതേണ്ടതില്ല. ചെറിയൊരു ആശ്വാസം പ്രതീക്ഷിക്കും. വില നിശ്ചയിക്കാൻ ഇവർക്ക് അനുമതി കൊടുത്തിരിക്കും. പിന്നെ അതെ, അതില് ഒരു 2 കൂട്ടർക്കും തൃപ്തികരമായ ഒരു സെറ്റിൽമെന്റിലോട്ടേ പോകുള്ളൂ. അല്ലാണ്ട് കർശനമായി ഇത്രേ ചെയ്യൂ എന്ന രീതിയിലൊരു ഉത്തരവ് വരാനുള്ള സാധ്യത കുറവാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഗൾഫ് കാലത്തൊരു പ്രത്യേകത അറിയാവോ? നമ്മളിപ്പോൾ ഇവിടെ ഓണം ആഘോഷിക്കുന്നു. ഗൾഫിൽ ചിലപ്പോൾ അടുത്ത ക്രിസ്മസിന്റെ സമയത്തൊക്കെ ആയിരിക്കും ഓണം ആഘോഷം നടക്കുന്നത്. അപ്പൊ ഇതേപോലെ ഉത്സവകാലങ്ങളിലെ യാത്രയും വേണമെങ്കിൽ ഒന്ന് നീട്ടിവെച്ചാൽ തൽക്കാലം പ്രശ്നം പരിഹരിക്കാം.